നമസ്കാരം. തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെതിരെ എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ മാനനഷ്ട കേസ് നൽകി. കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്ന് ഇ.പി. പരാതിയിൽ പറയുന്നു. ബി.ജെ.പിയിൽ ചേരാൻ 3 തവണ ചർച്ച നടത്തിയെന്നും ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും ഉൾപ്പെടെയുള്ള ശോഭയുടെ വ്യാജ ആരോപണങ്ങൾ അപകീർത്തിയുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ഏപ്രിൽ 26-ന് മാധ്യമങ്ങളിൽ നൽകിയ പ്രസ്താവനയിലൂടെയും 28-ന് 2 പത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെയും മനഃപൂർവ്വം അപകീർത്തിയുണ്ടാക്കിയെന്നും കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ക്രിമിനൽ ഹർജിയിൽ പറയുന്നു. ഹർജി ശനിയാഴ്ചത്തേക്ക് മാറ്റി. ബി.ജെ.പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ദല്ലാൽ നന്ദകുമാറിനൊപ്പം ഇ.പി. തന്നെ വന്നു കണ്ടെന്ന് വോട്ടെടുപ്പ് ദിവസം ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോപണം ഇ.പി. ജയരാജൻ നിഷേധിച്ചിരുന്നു. പിന്നാലെ വ്യാജ ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരായി 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്ക് ഇ.പി. വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഗൂഢാലോചന നടത്തിയതിന് ശോഭാ സുരേന്ദ്രൻ, കെ. സുധാകരൻ, നന്ദകുമാർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇ.പി. ഡി.ജി.പിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ കഴമ്പില്ലെന്ന് പോലീസ് മറുപടി നൽകിയിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ വെളിപ്പെടുത്തലിനൊപ്പം തെളിവുകളും ശോഭാ സുരേന്ദ്രൻ ഹാജരാക്കിയിരുന്നു. ജയരാജൻ ബി.ജെ.പിയിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകൾ പൂർത്തിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് ജയരാജൻ പറയട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇ.പി. ജയരാജന്റെ മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത്. നോട്ട് മൈ നമ്പർ എന്ന് ഇ.പി. ജയരാജന്റെ മകൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും ശോഭ തെളിവുകൾ ഹാജരാക്കി വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഇ.പി. പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് അറിയാമെന്നും ശോഭ ആരോപിച്ചിരുന്നു. ഇ.പിയും ഭാര്യയും ജീവിച്ചിരിക്കണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. ഇ.പിയുമായുള്ള ഡൽഹി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്നത് നന്ദകുമാറാണെന്നും കൊച്ചി കോയമ്പത്തൂർ ഡൽഹി ടിക്കറ്റാണ് അയച്ചതെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ വാട്സപ്പിൽ അയച്ച ടിക്കറ്റുകളും ഹാജരാക്കിയിരുന്നു. 2023 ഏപ്രിൽ 24-ാം തീയതി ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ നന്ദകുമാർ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചത്? എന്നെ അറിയില്ലെന്ന് പറഞ്ഞ് ജയരാജൻ്റെ മകന് എന്തിനാണ് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 2023 ജനുവരി 18-ാം തീയതിയിലാണ്. എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. ടി.ജി. രാജഗോപാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏത് തലയെടുപ്പുള്ള നേതാവ് ബി.ജെ.പിയിൽ ചേരാൻ വന്നാലും 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള എനിക്ക് ചർച്ച നടത്താൻ കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് ഇനിയും തുടരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പിയിൽ ചേരാൻ ചർച്ച നടത്തിയ CPM നേതാവ് ഇ.പി. ജയരാജനാണെന്ന് കെ. സുധാകരൻ ആരോപിക്കുകയും ഇത് ഇ.പി. ജയരാജൻ തള്ളുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ആരോപണം സ്ഥിരീകരിച്ച് ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കള്ളമാണെന്നും ശോഭയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നുമായിരുന്നു ഇ.പി. ജയരാജൻ വിഷയത്തിൽ പ്രതികരിച്ചത്. തൻ്റെ മകൻ ശോഭാ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്നും ഇ.പി. വ്യക്തമാക്കിയിരുന്നു. ഒരു ന്യൂസ് ചാനലിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു ഇ.പി. ഇക്കാര്യം പറഞ്ഞത്. ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ശോഭ മകൻ്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ അയക്കുമായിരുന്നു, മകൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ലെന്നുമായിരുന്നു ഇ.പി. അന്ന് പറഞ്ഞത്. ബി.ജെ.പിയിലേക്ക് വരാൻ ഒരു പ്രമുഖ CPM നേതാവ് ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ആ നേതാവ് ഇ.പി. ജയരാജനാണെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ ആരോപിച്ചു. തുടർന്ന് സുധാകരനെതിരെ ഇ.പി. ജയരാജനും രംഗത്തെത്തി. സുധാകരനാണ് ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതെന്നായിരുന്നു ഇ.പി. അതിന് നൽകിയ മറുപടി.